നമ്മളിപ്പോ ഗുരുവായൂരായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ. പക്ഷേ കുറേ താമസങ്ങൾ വന്നു. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കുറേ കല്യാണങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ഭയങ്കര തിരക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇത് ഗുരുവായൂർ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അവിടെ ഒരു ക്ഷേത്രപ്രവേശന വിളംബര സ്മാരകം എന്ന് പറഞ്ഞൊരു നിർമ്മിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി അത് എടുത്തേട്ടോ. എന്നാലും ഞങ്ങള് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കാലത്ത് ഏകദേശം 7 മണിക്ക് ഞങ്ങളോട് വന്നതാണ്. 4 മണിയായി ഞങ്ങൾ ഗുരുവായൂരിന്ന് തിരിച്ചു പോകുമ്പോൾ. കാരണം മോള് ചെറിയൊരു ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ ആ കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് സമയം, ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇവിടെ വേണ്ടി വന്നു. ദേവസ്വം ഓഫീസിലൊക്കെ പോയി അങ്ങനെ കുറച്ച് സമയം പോയി. അതുപോലെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ അവധി ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ തിരക്കിലൊന്ന് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖ മാസം എന്ന് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കും കൂടെ ഈ ഗുരുവായൂരത്തെ ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് താമസം വന്നു. ഏകദേശം 100ഓളം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കുറേ കല്യാണങ്ങൾ ഏകദേശം 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റിയത്. തൊഴുതിറങ്ങിയപ്പോൾ ഏകദേശം 2:10 ആയെന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്ക് വലിയ തിരക്കും ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ഞങ്ങള് അവിടുന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് ഏകദേശം 3 മണിക്കൂറോളം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. 4 മണി വരെ. 4 മണി പിന്നെ വീണ്ടും 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. 4 മണിയായി പിന്നെ ഞങ്ങൾ അവിടുന്ന് പോരാൻ പറ്റിയത്. അതിന്റെ ഹാളും അതേപോലെ തന്നെ പിള്ളേർക്ക് ഡ്രസ്സ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. അതായത് അത് കഴിഞ്ഞ് ഞങ്ങള് ഹൈവേയിലേക്ക് എത്തി. ഏതായാലും തൃശ്ശൂർ വഴി പോരുന്നില്ല എന്ന് തന്നെ അങ്ങോട്ടും പോയപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-8 സ്ഥലത്ത് 8-10 ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് തൃശ്ശൂർ അങ്കമാലി റൂട്ടിൽ. അപ്പൊ അവിടെയൊക്കെ ന്യായമായ തിരക്ക്. ഞാൻ അങ്ങോട്ട് ഒരു 7-7:30 സമയത്ത് പോയപ്പോൾ തന്നെ ന്യായമായ തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ആ വഴിക്ക് നമ്മൾ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു. കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. എന്നാണ് ഈ വെള്ളിയാഴ്ചയുടെ. അപ്പൊ ശനിയും ഞായറും ഒക്കെ അവധി ദിവസങ്ങളൊക്കെ അടുപ്പിച്ചു വരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ NH 66 പഴയ നമ്മുടെ നാഷണൽ ഹൈവേ 77 അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ലൈൻ ആക്കുന്ന 6 ലൈൻ ആക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിൽ പോകുന്ന അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാണ്ട് പോരാൻ പറ്റും. എന്നാലും ഒരു 3-4 മണിക്കൂർ എടുക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ 4 മണിയൊക്കെ കഴിഞ്ഞോടെ ഓഫീസ് ടൈമായി ന്യായമായ റഷാണ്. അതുപോലെ കുറെ ചെറിയ കവലകള്, പെരിഞ്ഞനം, 3 വീഡിയ, അങ്ങനെ കുറെ പുതിയ കാവ്, അങ്ങനെ കുറെ കവലകള്, പിന്നെ 1-2 ടൗണുകൾ, തൃപ്രയാറുണ്ട്, വാടാനപ്പള്ളി ഉണ്ട്, അങ്ങനെ വലപ്പാട്, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പാസ് ചെയ്ത് പോരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ ഈ കൂട്ടുന്ന ഹൈവേ റോഡിന്റെ പണി നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് താമസം വരാൻ സാധ്യതയുണ്ട്. എന്നാലും മറ്റേ റോഡിലെ പോലെ നമുക്ക് ബ്ലോക്കായി കിടക്കേണ്ടി വരില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റൂട്ടിൽ പോരുന്നത്. ഏതായാലും ബ്ലോക്ക് ആവുന്നില്ല, അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നില്ല, അതുപോലെ നമ്മൾ കൊടുങ്ങല്ലൂര് ചെല്ലുമ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനുണ്ട്. അപ്പൊ ഏതായാലും ഇത് കണ്ടില്ല, ഈ ഒരു പാലമൊക്കെ ഇത് വലപ്പാട് പാലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ആ കായലിന്റെ കോട്ടപ്പുറം ഉണ്ടോ ഇത്? ഈ പാലത്തിന്റെ പേര് മറന്നു കിട്ടും. ഏതായാലും ഈ ഒരു പാലം, കാരണം ഈ ഒരു പാലമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് വെച്ചെങ്കിൽ നേരത്തെ ഇവിടെ ഒരു ടോൾ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പാവം രാജകുമാരൻ പറഞ്ഞ ഷൂട്ടിങ് ഈ വലപ്പാട് ഈ ഒരു പ്രദേശങ്ങളിലാണ് നടന്നത്. ഈ പാലമൊക്കെ അതിന് ആ ടോൾ ബൂത്തൊക്കെ കാണിക്കുന്നത്. ഇപ്പൊ ആ ടോൾ ബൂത്തൊന്നും അവിടെ ഇല്ലാതൊക്കെ പൊളിച്ചെടുത്തിട്ട് ഇപ്പൊ വഴി വീതി കൂട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ലൈനിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വിശ്വാസ സ്ഥലങ്ങളിൽ. അപ്പൊ അതിന്റെ ആ പാലം പുതിയതായിട്ട് പണിയുന്നതിന്റെ ഒരു ഗേഡറുകൾ കയറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മള് പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയത്. അതുപോലെ ഈ 6 ലൈനിന്റെ പണികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിൽ മുഴുവൻ മണ്ണും ചെളി, അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ കൂന കൂട്ടി മണ്ണ് എടുത്തിട്ടിരിക്കുന്നു. അങ്ങനെ കുറെ പണികൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻ റോഡിലേക്ക് കയറുക, അത് കഴിഞ്ഞ് സൈഡിലോ റോഡിലേക്ക് ഇറങ്ങുക, പിന്നെ കുറച്ച് നേരം സർവീസ് റോഡിൽ കൂടെ പോവുക. അങ്ങനെ
ഇതിനെ കറങ്ങി തിരിഞ്ഞു വെക്കുക വേണം. എന്നാലും നമ്മൾ ബ്ലോക്ക് ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ്. അത് ഇതുവരെ നമുക്ക് ബ്ലോക്ക് വലിയ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ തൃപ്രയാറിലേക്ക് എത്താറായി. അപ്പോൾ തൃപ്രയാറ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള 3 വീഡിയോ ഒക്കെ ഉള്ള വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം 5 മണിയോളം ആവുകയും ചെയ്യും. ഒരുവിധം തിരക്കാവും എന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോൾ സ്കൂൾ ടൈം അല്ലാത്തതുകൊണ്ട്, സ്കൂളില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും സാധ്യതയില്ല. ഇഷ്ടം പോലെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യന്ത്ര സാമഗ്രികൾ കുറേ, അതേപോലെ കുറേ സ്ഥലം ഇതുപോലെ ഒരു പണി ഇതുവരെ ചെയ്യാണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി പണിത് വരുമ്പോഴത്തേക്കും ഏതായാലും 2027 ഇതൊക്കെ റെഡിയാക്കി ഉദ്ഘാടനം ചെയ്യാവുന്നതാണ് ഗവൺമെന്റിന്റെ പ്രതീക്ഷ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇവിടെയൊക്കെ ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് വീതി കൂട്ടി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ന്യായമായ ടൈം ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തൃപ്രയാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകൾ അതുപോലെ വളരെ വീതി കുറഞ്ഞ ഒരു വഴിയായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ കടന്നു പോകാനായിട്ട്, അതുപോലെ ഫ്രണ്ട് പ്രൈവറ്റ് ബസ്സുകാർ കൊണ്ട് മിക്കവാറും ആ നടുക്കിലത്തെ റോഡിനോട് ചേർന്നിട്ടാണ് ആ പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പിലുള്ള കാറുകാർ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല മിക്കവാറും ഓടിക്കുന്നത് പ്രൈവറ്റ് കാറുകാർ. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകൾ നമ്മൾ ആ ഒരു ബസ്സിനെ കടന്നു പോയാലാണ് നമുക്ക് വിട്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ശരിക്കും നമ്മളിപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ അങ്കമാലി കഴിയുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എറണാകുളം പാസ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇൻ കേസ് അങ്കമാലി ചെന്നാൽ പോലും കാലടി പെരുമ്പാവൂര് കഴിയാണ്ട് വണ്ടി നമ്മളൊന്ന് വിട്ടു പോകാൻ പറ്റില്ല. എന്നാലും മൂവാറ്റുപുഴ ചെല്ലുമ്പോഴത്തേക്ക് അതിനും വലിയ ബ്ലോക്ക്. മൂവാറ്റുപുഴ ഒരുപാട് ഗതാഗത നിയന്ത്രണങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഇച്ചിരി നല്ല പ്രശ്നമായിട്ടുള്ള ഇതാണ് നമ്മൾ ഈ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വഴിപണികളുടെ കാര്യത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും തന്നെ വഴിപണികളോട്ടിരിക്കാൻ കണ്ടില്ലേ. ഇത് ഈ ഒരു സാധനം, അതായത് ഒരു JCB ആണ്. ആ പുള്ളി ഒരു 15 മിനിറ്റായി എൻ്റെ മുമ്പിൽ നിന്നിട്ട് കളിക്കുകയാണ്. ഒരിക്കലും ഇത് ഈ സാധനം ശരിക്കും ലോറിയിൽ കയറ്റി കൊണ്ടുപോകേണ്ട സാധനമാണ്. ഇത് റോഡിക്കടെ ഓടിക്കുന്നതിനായിട്ട് ഉള്ള പെർമിറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഈ സാധനം കുറേ നേരമായി നമ്മുടെ മുമ്പിൽ നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് ഉറപ്പാകുന്ന 8 മണിയെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 5 മണിയോളം ആയിട്ടുണ്ട് സമയം. അവന് ഇപ്പം അവിടെ ചെന്നപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ വലത്തോട്ട് തിരിയണം പോലും. അത് കഴിഞ്ഞിട്ട് നമ്മളെ വിടുള്ളൂ എന്നുള്ള ഒറ്റ ഇതിലാണ്. ശരിക്കും നമ്മൾ ഈ സാധനമൊക്കെ നല്ല രീതിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ പണി തെറിക്കുന്ന ഉറപ്പാണ്. ആ മാതിരിയാണ് അവൻ്റെ തോന്നില്ല. കുറേ നേരം നമ്മൾ കുറേ ഒന്ന് ഓണടിച്ച് നോക്കിയേ അവൻ ഒഴിവായി പോകുന്നതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റിയത്. അങ്ങനെ മുമ്പിലേക്ക് പോകാൻ പറ്റിയാലും കൂടി വന്നാൽ 2-3 മിനിറ്റ് നമുക്ക് കൂടുതലായിട്ട് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അടുത്ത വണ്ടിക്കാരൻ നമുക്ക് വലിഞ്ഞിരിക്കും. കാരണം സ്വല്പം കൂടി ഒരു സ്പീഡിൽ ഓടിച്ച് പോവുകയാണെങ്കിൽ 45-50 കിലോമീറ്റർ സ്പീഡിലേക്ക് ഓടിച്ച് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്താറുണ്ട്. അതുപോലെ റോഡിലൊക്കെ നല്ല കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ പൂത്ത് വെക്കുന്ന കുറേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. നമ്മളങ്ങനെ കോട്ടപ്പുറം പാലം കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ പഴയ റോഡിലേക്ക് തന്നെ പറവൂർ റോഡിലേക്ക് തിരിയേണ്ടി വരും. അപ്പം അത് കുറേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഹൈവേയുടെ പണികൾ കണ്ടപ്പോൾ അങ്ങനെ കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് നമ്മുടെ നമുക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ നമ്മളേതായാലും ഇവിടെ ഇറങ്ങി അമ്പലത്തിൽ പോയിട്ടാണ് പോകുന്നത്. തൽക്കാലം ഈ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ നമുക്ക് അവസാനിപ്പിക്കാൻ പോകുന്നാലും കൊടുങ്ങല്ലൂർ ടൗണിലെ കാഴ്ചകളും കൊണ്ട് നമ്മുടെ കുറച്ച് നമുക്ക് അതേപോലെ തന്നെ കണ്ടില്ലേ ഒട്ടും വീതിയില്ലാത്ത റോഡും അവിടെ ബസ് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ബ്ലോക്കാണ് കാര്യങ്ങൾ. പക്ഷെ എന്നാലും നമുക്ക് ഇതുവരെ കുറച്ച് സ്പീഡ് കുറച്ച് പോകേണ്ടി വന്നു എന്നുള്ള മാത്രമല്ല. ഏകദേശം 5:45 മണിയോളം ആവുന്നുണ്ട് ഇപ്പൊ സമയം. അപ്പൊ നമ്മൾ ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട്, കാരണം 1.25 മണിക്കൂർ കൊണ്ട് കൊടുങ്ങല്ലൂർ ദിവസം ഒരു 60-65 കിലോമീറ്ററോളം വരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ കൊടുങ്ങല്ലൂര് അമ്പലത്തിൽ